പ്രാർത്ഥന വാചകം ചൊല്ലിക്കൊടുത്തി. പ്രാർത്ഥന വാചകമല്ല, ഈ ദൈവവചനത്തിലെ വചനങ്ങൾ ഉരുടുവാൻ തുടങ്ങി. എന്താണ് വചനം പറയുന്നത്? നീ മാത്രമാണ് എന്റെ കർത്താവ്, നീ മാത്രമേ ദൈവം, നീ മാത്രമേ രക്ഷകനുള്ളൂ. നിന്നെ എന്റെ കർത്താവ് രക്ഷകനുമായി എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് എന്റെ അമ്മ സ്വയമേ പറയുവാനിടയായി. അവിടെ പറഞ്ഞു. അപ്പച്ചൻ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോ ആ പിതാവ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. എന്റെ കൊച്ചു മനസ്സിൽ ഞാൻ ചിന്തിച്ചത്, അപ്പച്ചൻ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോ കൊടയോ വടിയോ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോയതായിരിക്കാം, അതെടുക്കാൻ വന്നതാ. എന്നാൽ അപ്പച്ചനൊരു കാര്യം അറിയാം. ഇവിടെ പൗലോസ് പറയുന്നത് പോലെ നശിക്കുമെന്നും നശിച്ചു പോകുമെന്നും മരിച്ചു പോകുമെന്ന് വിധി എഴുതി 276 പേർ അടങ്ങുന്ന ഒരു കപ്പലിൽ പൗലോസ് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്നവൻ ഇന്ന് രാത്രിയിൽ എന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് നമ്മൾ മരിക്കയില്ല, നമ്മൾ അക്കരയെത്തും. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിപ്പിക്കണം. രക്ഷയിലെ യഥാർത്ഥമായ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തു നിന്റെ രക്ഷകനാണെന്ന് നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശു മാത്രം കർത്താവാണെന്ന് നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നിന്റെ അവസ്ഥകളുടെ മധ്യേ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ആ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഈ പുൽപ്പുരയിൽ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞങ്ങളുടെ അപ്പച്ച 6 മാസമായി ഉറങ്ങാതെ കിടന്ന് മരണത്തെ കാത്തു കിടന്ന അന്ത്യ കുർബാന കൊണ്ട് എന്റെ അമ്മ അന്ന് രാത്രിയിൽ ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുൻപ് ആ ദൈവത്തിന്റെ സാന്നിധ്യം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ നിമിഷം എന്റെ അമ്മയുടെ മേൽ ദൈവത്തിന്റെ രോഗ സൗഖ്യം ഇറങ്ങി വന്നു. ക്യാൻസർ ആണെന്ന് പറഞ്ഞ, മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർമാർ മരിച്ചുപോയി. എന്റെ അമ്മയ്ക്ക് അന്ത്യ കുർബാന കൊടുത്തി അച്ഛൻ മരിച്ചുപോയി. എന്റെ അമ്മയുടെ കൂടെ ഓപ്പറേഷൻ ചെയ്ത പലരും മരിച്ചുപോയി. ഇന്ന് രാത്രിയിലും എന്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നു. ഇന്നത്തെ 36 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധ അമ്മാവിന്റെ ശക്തി